ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മാൻഡേറ്ററി നേച്ചർ ഓഫ് സാപ്സ്. സാപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ്. മാൻഡേറ്ററി നേച്ചർ ഓഫ് സാപ്സ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി മീൻസ് കമ്പൾസറി ആണ്. അതായത് സാപ്പ് ബിക്കം മാൻഡേറ്ററി ആസ് ദ ഡാറ്റ സ്പെസിഫൈഡ് ഇൻ റെസ്പെക്റ്റീവ് ഓഫ് സാപ്സ്. Their mandatory status implies that while discharging their attest functions, it is the duty of the members of the institute to ensure that the SAPs are followed in the audit of financial information covered by their audit reports. അതായത് പ്രോപ്പറായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട്സ് പ്രോപ്പറായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇഫ് എനി റീസൺ എ മെമ്പർ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു പെർഫോം audit in accordance with the SAPs, his report should go to the material departures ഫ്രം. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അതിലെ മെമ്പർ ഈ ഓഡിറ്റ് സാപ്പ് പ്രകാരമല്ല നടത്തുന്നതെങ്കിൽ അത് നമുക്ക് കൾമിനേറ്റ് ചെയ്യാം. ആൻഡ് ദ മാൻഡേറ്ററി സ്റ്റാറ്റസ് ഓഫ് സാപ്സ് ലുക്സ് ദ ടീത്ത് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രൊഫഷൻ. മാൻഡേറ്ററി സ്റ്റാറ്റസ് ഓഫ് സാപ്സ് എന്ന് പറയുന്നത് ആ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി, പ്രൊഫഷനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കുന്നത്. അതിൽ വരുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് അക്കൗണ്ടിങ് മാറ്റേഴ്സ് ആൻഡ് ഓഡിറ്റിംഗ് മാറ്റേഴ്സ്. എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അക്കൗണ്ടിങ് മാറ്റേഴ്സിനോടും അല്ലെങ്കിൽ ഓഡിറ്റിംഗ് മാറ്റേഴ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഇഷ്യൂസ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ICAI ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ദ സാപ്സ് എയിം അറ്റ് ടു സെക്യൂർ കംപ്ലൈൻറ്റ്സ് ബൈ ഓഡിറ്റേഴ്സ് വിച്ച് in the opinion of the council are critical for the proper discharge of their functions. Statement of SAPs lay down the principles governing an audit. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സാപ്സ് എന്ന് പറയുന്നതാണ് ഗവൺമെൻറ് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ലേ ഡൗൺ ചെയ്തിട്ടുള്ളത്. ദീസ് പ്രിൻസിപ്പിൾസ് അപ്ലൈ വോർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് ഈസ് ക്യാരിഡ് ഔട്ട്. ഈ ICAI പ്രകാരം സാപ്പിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസും ഒരു ഓഡിറ്റർ കൺസിഡർ ചെയ്തിരിക്കണം. അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു നിയമപ്രകാരം while discharging the attest functions, it will be the duty of the members to ensure that whether statements to accounting matters are complied with in the financial statement. അതായത് ഈ ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ ഈ ഒരു സാപ്പ് പ്രകാരം ഡിസ്ചാർജ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന പോലെയും അതുപോലെ സാപ്പിൽ പറയുന്ന പോലെയും ആണോ എന്നുള്ളത് കൺസിഡർ അല്ലെങ്കിൽ ചെക്ക് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഒന്ന് അക്കൗണ്ടിങ് മാറ്റേഴ്സും ഒന്ന് ഓഡിറ്റിംഗ് മാറ്റേഴ്സും. എന്താണ്? ഒന്ന് അക്കൗണ്ടിങ് മാറ്റേഴ്സും ഒന്ന് ഓഡിറ്റിംഗ് മാറ്റേഴ്സും. To ensure that statement to accounting matters while discharging their attest function, it will be the duty of the members of the institute to ensure that SAPs are followed in the audit work of financial informations covered by their audit report. പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ് മാറ്റേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് റൂൾ പ്രകാരം തന്നെയാണ് അല്ലെങ്കിൽ അതിൽ നിയമപ്രകാരം തന്നെയാണ് പോണത് എന്നുള്ളത് നോക്കണം. ഓഡിറ്റിംഗ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എൻഷുർ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഓഡിറ്റ് മാറ്റേഴ്സ് ആർ ഫോളോഡ് ഇൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. ഇനി എന്തൊക്കെയാണ് സാപ്സ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിംഗ് പ്രാക്ടീസ്. സാപ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് സാപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഓക്കെ, ജസ്റ്റ് ഒക്കെ ഒന്ന് വായിക്കാം, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഫസ്റ്റ് വൺ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഓഡിറ്റിംഗ് പ്രാക്ടീസസ്. സെക്കൻഡ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ പേയ്മെൻറ്റ് ടു ഓഡിറ്റേഴ്സ് ഫോർ അതർ സർവീസസ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദ മാനുഫാക്ചറിങ് ആൻഡ് അതർ കമ്പനീസ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ക്വാളിഫിക്കേഷൻ ഇൻ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ദെൻ ഫിഫ്ത്ത് പറയുന്നത് സാപ്പ് 1 ഓൺ ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ്. SAP 2 objectives and scope of audit of financial statement. SAP 3 on documentation. SAP 4 on fraud and error. SAP 5 on audit evidence. SAP 6 on study and evaluation of the auditing system and related internal control in connection with the audit. SAP 7 on replying upon the work of an internal auditor. ഇതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. SAP 8 on audit planning. 13 പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ആസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ജോയിൻറ്റ് ഓഡിറ്റേഴ്സ്.
14th സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ആസ് ദ ട്രീറ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി ഇൻ അക്കൗണ്ട്സ്. 15th സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ അമെൻമെൻറ്റ് ടു ഷെഡ്യൂൾ 6 ടു കമ്പനീസ് ആക്ട്. 16th സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ്. 17th പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിഫേർഡ് പേയ്മെൻറ്റ്സ്. 18th പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ആസ് പ്രൊവിഷൻ ഫോർ deprivation in respect of extra or multiple shift allowance. And 19th പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ് ഇഫ് ഗോയിങ് കൺസേൺ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 19 സ്റ്റേറ്റ്മെൻറ്റിലും ഓരോ അക്കൗണ്ടിങ്ങിൻ്റെ ഒരുവിധമുള്ള അക്കൗണ്ടിങ് മാറ്റേഴ്സാണ് പറയുന്നത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റും എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഈ 19 സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഓഡിറ്റിംഗ് പ്രാക്ടീസസ്. ഓഡിറ്റിംഗ് പ്രാക്ടീസസ് എങ്ങനെ നടത്തുക എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്. The motive for issuing the statement on accounting practices is to provide guidance to the audit professional people on certain aspect of audit. The Institute of Chartered Accounts, that is ICAI, has issued a number of such statements and statements on auditing practices on various occasions to provide guidance to its members as to secure compliance by the മെമ്പേഴ്സ്. ഇപ്പോൾ ഈ ഓഡിറ്റിംഗ് പ്രാക്ടീസിൽ പറയുന്നത് ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു ഓഡിറ്റിൻ്റെ കീഴിലുള്ള ആളുകൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിൽ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ടെക്നിക്സ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ സിസ്റ്റം ഇൻ വിച്ച് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇൻ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഏതൊക്കെ രീതിയിലാണ് അതിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തുള്ളത്, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തുള്ളത്, അതുപോലെ തന്നെ ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആസ് ടു റിപ്പോർട്ട് ആസ് റിഗാർഡ്സ് ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ്. ഒരു ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ട്രൂ ആയിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ളതുമായ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാനുള്ള ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ചാപ്റ്റർ 1 പറയുന്നത്. ദാറ്റ് ഈസ് ടെക്നിക്സ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ഇനി ചാപ്റ്റർ 2 പറയുന്നത് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. Accounting policies and internal control. The auditor should examine the accounting policies and internal control adopted in the firm. അല്ലേ, ഒരു ഫേം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പോളിസികളും ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റമൊക്കെ ഒരു ഓഡിറ്റർ ഫോളോ ചെയ്യണം. അപ്പോൾ അത് ഏതെല്ലാം രീതിയിലാണ്, അവരുടെ അപ്രോച്ച് എന്തൊക്കെയാണ്, എന്തൊക്കെ രീതിയിലുള്ള ജനറൽ കൺസിഡറേഷനാണ് വരുന്നത്, അസറ്റ് ആൻഡ് ലയബിലിറ്റീസൊക്കെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓണർഷിപ്പ് എങ്ങനെയാണ്, അതുപോലെ തന്നെ EDP ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് ആണോ, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഇൻറ്റേർണൽ കൺട്രോൾ വരുന്ന സിസ്റ്റങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇനി തേർഡ് പോയിന്റ് പറയുന്നതാണ് ഫിക്സഡ് അസറ്റ്സ്. ഇതിൽ വരുന്നു റിഗാർഡിങ് ഫിക്സഡ് അസറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നെറ്റ് ബുക്ക് വാല്യൂയുടെ ഫിക്സഡ് അസറ്റ് ബിഗിനിങ്ങിലാണ് എൻഡിലാണ് വാല്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്പോസൽ, അക്വിസിഷൻ, അതുപോലെ ഫിക്സഡ് അസറ്റിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് അതെല്ലാം ഈ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. ഇനി ഫോർത്ത് ചാപ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ്. പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ഏതൊക്കെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ഒരു കറണ്ട് സിനാരിയോയിലുള്ളത്, അതുപോലെ തന്നെ വിച്ച് ആർ ഇൻറ്റൻഡഡ് ടു ബി ഹെൽഡ് ഫോർ നോട്ട് മോർ ദാൻ 1 ഇയർ ആണോ, അതുപോലെ തന്നെ ലോങ് ടേം ആണോ, അങ്ങനെയെങ്കിൽ അത് കോസ്റ്റ് ആൻഡ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്, ഫെയർ വാല്യൂയിലാണോ, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ചാപ്റ്റർ 4, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ചാപ്റ്റർ 5 ഇൻവെൻറ്ററീസ്, ദാറ്റ് ഈസ് സ്റ്റോക്ക്. സ്റ്റോക്ക് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അത് സെയിൽസ് ഇൻ ദ ഓർഡിനറി നോർമൽ രീതിയിലാണോ, അതോ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടാണോ, അതോ മെറ്റീരിയൽസ് അനുസരിച്ചിട്ടാണോ, ഏത് രീതിയിലാണ് ആ പർട്ടിക്കുലർ സ്ഥാപനത്തിൽ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നതാണ് ചാപ്റ്റർ 5 പറയുന്നത്. ദാറ്റ് ഈസ് ഇൻവെൻറ്ററീസ്. ഇനി ചാപ്റ്റർ 6 പറയുന്നു ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. The auditor should visit the business house at the close of the business period or on the following morning and actually count cash in hand in one sitting and compare it with balance shown by the cash. Cash in hand എങ്ങനെയൊക്കെയാണ് അവർ ഡീൽ ചെയ്യുന്നത്, അത് ഏർലി മോർണിംഗിൽ വന്നിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ട്രബിൾസ് ഉണ്ടെങ്കിൽ അതും അനലൈസ് ചെയ്യുക. ഇപ്പോൾ ക്ലയൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് എഴുതുക. അതുപോലെ തന്നെ പെറ്റി ക്യാഷ് ഇൻ ടു
ബാങ്ക് ഓൺ ക്ലോസിംഗ് ഡേ, അതുപോലെ തന്നെ എൻ്റയർ ക്യാഷ് വിൽ ബി ഓട്ടോമാറ്റിക്കലി കൗണ്ടഡ് ആണ്. അതുപോലെ ചെക്ക് സിസ്റ്റം ഉണ്ടോ, അങ്ങനെയുള്ള ക്യാഷിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യലാണ്. 6th ചാപ്റ്ററിൽ വരുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ദെൻ നെക്സ്റ്റ് 7th ചാപ്റ്റർ. 7th ചാപ്റ്ററിൽ പറയുന്നു ഡെപ്റ്റേഴ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. നമുക്കറിയാം ഡെപ്റ്റേഴ്സ് എങ്ങനെയാണ്, ലോൺസ് എങ്ങനെയാണ്, അഡ്വാൻസസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ബുക്ക് ഓഫ് ഡെപ്റ്റ്, ദോഷ് ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ബാലൻസ് എത്രയാണ്, ഡെപ്റ്റ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആർ ഗുഡ് ആൻഡ് റിക്കവറബിൾ തന്നെയാണോ, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണോ, അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം തന്നെയാണോ ഡെപ്റ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ലോണിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ റെസൊല്യൂഷൻ, അല്ലെങ്കിൽ അതറൈസിങ് ലോണ്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ മിനിറ്റ്സ് ബുക്ക്, മോർട്ട്ഗേജ് ഡീഡ്, അതുപോലത്തെ ലോങ് പീരീഡ് ആണോ ഷോർട്ട് പീരീഡ് ആണോ, നോൺ പേയ്മെൻറ്റിനുള്ള റീസൺസ് എന്താണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ചാപ്റ്റർ 7, ദാറ്റ് ഈസ് ഡെപ്റ്റേഴ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. നെക്സ്റ്റ് പറയുന്നതാണ് 8th ചാപ്റ്റർ, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് ഫണ്ട്സ്. ക്യാപിറ്റൽ റിസർവുകളും ഫണ്ടുകളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അത് ബാലൻസ് ഷീറ്റിൽ പറയുന്ന പോലെ കറക്റ്റ് ബാലൻസ് ഷീറ്റിൽ പറയുന്ന പോലെ തന്നെയാണോ, അതുപോലെ തന്നെ മെമ്മോറാണ്ടം അസോസിയേഷനും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒക്കെ എക്സാമിൻ ചെയ്യണം. ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്, ബോർഡ് റെസൊല്യൂഷൻസ്, മിനിറ്റ്സ് ബുക്ക്, കാൾസ് ഇൻ അരിയർ, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, അങ്ങനെയുള്ള ഷെയറിൻ്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യലാണ് ചാപ്റ്റർ 8ൽ പറയുന്നത്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആൻഡ് റിസോഴ്സ് ആൻഡ് ഫണ്ട്സ്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റും ബോർഡ് ഓഫ് ഡയറക്ടറും അതിൻ്റെ റിസർവുകൾ ഏത് രീതിയിലാണ് സൂക്ഷിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, വെരിഫൈ റിസർവ് ഫണ്ട് ആൻഡ് ലയബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റിൽ പറയുന്ന ലയബിലിറ്റി സൈഡ്, ഫുട് നോട്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അനലൈസ് ചെയ്യുക. അതാണ് ഈ 8th ചാപ്റ്ററിൽ വരുന്നത്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് ഫണ്ട്സ്. ഇനി 9th ചാപ്റ്ററിൽ വരുന്നത് എന്താണ്, ലയബിലിറ്റീസ്. നമ്മൾ നേരത്തെ അസറ്റിൻ്റെ കാര്യം പറഞ്ഞ തന്നെ ലയബിലിറ്റീസ് നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്. നോ ക്വസ്റ്റ്യൻ ഓഫ് വാല്യൂ, ലയബിലിറ്റീസിന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. അതിൽ പറഞ്ഞ പോലെ തന്നെയാണോ എന്നുള്ളത് നോക്കുക. ദ ലയബിലിറ്റീസ് ഡിസ്ക്ലോസ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആർ ആക്ച്വലി പേയബിൾ തന്നെയാണോ നോക്കുക. ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ലയബിലിറ്റീസ് ആക്ച്വലി പേയബിൾ ആണോ, അതുപോലെ തന്നെ ലെജിറ്റിമേറ്റ് ട്രാൻസാക്ഷൻ, ബിസിനസ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രാൻസാക്ഷനിലൂടെ തന്നെയാണോ അത് കിട്ടിയിട്ടുള്ളത്, പ്രോപ്പർ അതോറിറ്റിയാണോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ചാപ്റ്റർ 9, ദാറ്റ് ഈസ് ലയബിലിറ്റീസ്. Then chapter 10, miscellaneous. Miscellaneous expenditure. It is the duty of the auditor to see the authenticity of such expenditure. അല്ലേ, നമ്മൾ മിസ്സലേനിയസ് എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള പല എക്സ്പെൻസുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓതൻറ്റിസിറ്റി ഒരു ഓഡിറ്റർ പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 11, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് പ്രോഫിറ്റ് അല്ലേ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സർപ്ലസ് ഓഫ് ഇൻകം ആണ്. ഓവർ എക്സ്പെൻഡിച്ചറിനൊക്കെ കൂടുതൽ വരുന്ന സർപ്ലസ് ആയിട്ടുള്ള ഇൻകത്തിനാണ് പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് വളരെ ക്രൂഷ്യലാണ്. ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ്, മാനേജേഴ്സ്, മാനേജിങ് ഡയറക്ടേഴ്സ്, ഇവരുടെ എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യാൻ. അതുപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ കറക്റ്റ് കാൽക്കുലേഷൻ പ്രോഫിറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതെന്ന് വിത്തൗട്ട് മോർ കോൺസിക്വൻസസ് ഇല്ലാതെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ട്രൂവും ഫെയർ ആയിട്ടുള്ള റിട്ടേൺ ആയിരിക്കണം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത്തരം കാര്യങ്ങളാണ് പ്രോഫിറ്റുകൾ വരുന്നത്. ദെൻ 12th ചാപ്റ്ററാണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് ബേസ്. ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് ബേസ് വൺ ഓഫ് ദ പ്രൈമറി ഒരു സ്ഥാപനത്തിന് പ്രൈമറി ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതും അവിടെ ഡിക്ലെയർ ചെയ്യുക, അത്രേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ദ ഒബ്ജക്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ടു ലേ ഡൗൺ അക്കൗണ്ടിങ് പ്രാക്ടീസ് അനുസരിച്ചിട്ട് തന്നെയാണ് എല്ലാ അക്കൗണ്ടിങ് ബേസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്, ചാർജിങ് ഓഫ് ഡിപ്രിസിയേഷൻ, അക്കൗണ്ടിങ് ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ എംപ്ലോയർ. അപ്പോൾ ഇതിനൊക്കെ ഓരോ അക്കൗണ്ട് സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് തന്നെയാണോ വാല്യൂ ചെയ്തിട്ടുള്ളത് നോക്കുക. ദെൻ 13th ചാപ്റ്റർ വരുന്നത് ഇവൻറ്റ്സ് ഒക്യൂറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. ബാലൻസ് ഷീറ്റ് ഡേറ്റ്സിന് ശേഷം എന്തൊക്കെ ഇവൻറ്റ്സുകൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്.
After completing financial audit, the auditor prepares financial statement audit report. The same have to be submitted to management and shareholders through the board of directors. എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ അതാണ് എന്തിൽ വരുന്നത്, ചാപ്റ്റർ 13 വരുന്നത്. Then chapter 14, that is audit procedure. Audit procedure is decided by auditor according to nature and purpose of audit work. ഓഡിറ്റ് വർക്കിനനുസരിച്ചിട്ട് ഓഡിറ്റ് പ്രൊസീജിയർ ആർക്ക് ഡിസൈൻ ചെയ്യാം, ഓഡിറ്റർക്ക് ഡിസൈൻ ചെയ്യാം. ഈ ഫാക്ട്സും സർക്കംസ്റ്റാൻസും ഇതിൽ വരുന്ന പർട്ടിക്കുലേഴ്സും ഒക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ഓഡിറ്റ് പ്രൊസീജിയർ പ്രൊവൈഡ് ചെയ്യാൻ. ചാപ്റ്റർ 15 കംപ്ലൈൻസ് വിത്ത് ദ വാരിയസ് പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, ഓഡിറ്റർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നതാണ് ചാപ്റ്റർ 15. The firm has complied with all the provisions of the Companies Act in maintaining of books of accounts, if preparation of financial statements and all financial activities of the company, corporate governance under section 217 of Indian Companies Act, and the company is required to obtain a certificate from the auditor of the company regarding the compliance of conditions of corporate governance in the ക്ലോസ്. ഇപ്പം മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആയിട്ടുള്ള ക്ലോസ് 49 പ്രകാരം കുറച്ച് എഗ്രിമെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് അപ്പൻഡിക്സ് എ. അപ്പൻഡിക്സ് എയിൽ പറയുന്നത് പ്രൊവൈഡ്സ് ഇല്ലുസ്ട്രേറ്റീവ് സെറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ടു ബി ഇഷ്യൂഡ് ബൈ ദ ക്ലയൻറ്റ് ടു ദ സ്റ്റാഫ് ഫോർ സ്റ്റോക്ക് ചെക്കിംഗ്. അപ്പൻഡിക്സ് ബി ഡീൽസ് വിത്ത് ഡ്രാഫ്റ്റ് ഓഫ് ലെറ്റേഴ്സ് ടു അഡ്രസ്ഡ് ബൈ ക്ലയൻറ്റ്സ് ഓൺ ദെയർ letterhead to each of their banks on sync date. Appendix C gives a specimen of the stock certificate to be issued where physical stock taking was carried out by client on closing date and on a date other than the closing date. Appendix D provides the specimen for request for confirmations. Appendix E provides extracts of counsel's opinion as regards subscription to shares in cash or in kind. Appendix F gives a specimen liability certificate. അപ്പോൾ ഇങ്ങനെ ഓരോ അപ്പൻഡിക്സ് പ്രകാരം കുറച്ച് എഗ്രിമെൻറ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ് അണ്ടർ ക്ലോസ് 49 പ്രകാരം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സാപ്പിൽ വരുന്നത്. നിങ്ങൾ വീഡിയോ കേട്ടതിന് ശേഷം വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.